രാജാവ് അഫന്തി എന്ന ബുദ്ധിശാലിയോട് ഡൈനിങ് ടേബിളിലുള്ള താറാവിനെ സെർവ് ചെയ്യാൻ പറയുന്നു. പക്ഷെ അഫന്തി വളരെയധികം ബുദ്ധിപൂർവ്വം അവരെ പറ്റിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള സോഫ്റ്റായ ഭാഗം എടുക്കുന്നു. ആദ്യം അയാൾ രാജാവിന് താറാവിന്റെ തല കട്ട് ചെയ്ത് കൊടുത്ത് ഈ തല എങ്ങനെയാണോ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഈ നാടിനെ ഭരിക്കുകയാണെന്ന് പറയുന്നു. അടുത്തതായി രാജ്ഞിക്ക് കഴുത്തിന്റെ ഭാഗം കൊടുത്ത് എപ്പോഴും രാജാവിന് പിന്നിൽ നിങ്ങൾ തന്നെ ഉണ്ടാവണമെന്ന് പറയുന്നു. അതിനുശേഷം കല്യാണം കഴിക്കാൻ പോകുന്ന രാജകുമാരിക്ക് വിങ്സ് കൊടുത്ത് ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമയോടെ ഇരിക്കണമെന്ന് പറയുന്നു. അവസാനമായി രാജകുമാരന് കാലുകൾ കൊടുത്ത് ഒരു ദിവസം ഈ കാലുകൾ പോലെ ഈ നാടിനെ നിങ്ങളാണ് താങ്ങി നിർത്താൻ പോകുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന എല്ലാ ഭാഗവും അഫന്തിക്ക് കിട്ടുന്നു. അതേസമയം രാജകുടുംബത്തിന് അയാൾ അവരെ പറ്റിച്ചതാണെന്ന് അറിയാമെങ്കിലും അയാൾ പറഞ്ഞ കാര്യങ്ങളോർത്ത് അയാളെ ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്നാലും രാജാവ് അയാളോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതായി പറയുന്നു. അതിൽ ഒരെണ്ണം തെറ്റിച്ചാൽ പോലും അയാളെ ഉടനെ തന്നെ തൂക്കിലേറ്റും. അതേസമയം രാജാവിന്റെ പ്രതികാരം നടപ്പിലാക്കാൻ ഇത്രയും വലിയ ശിക്ഷ വേണോ എന്ന് അത് കേട്ട എല്ലാവരും ചിന്തിക്കുന്നു. പക്ഷെ അഫന്തി അല്പം പോലും പാനിക്കാവാതെ അതിന് തയ്യാറാണെന്ന് പറയുന്നു. അതിനുശേഷം രാജസഭ വിളിച്ചുകൂട്ടി ആ 3 ചോദ്യം ചോദിക്കാനായി അവരുടെ നാട്ടിലെ ബുദ്ധിശാലികളായ 3 പേരെ വിളിപ്പിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ബുദ്ധിശാലി ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് ചോദിക്കുന്നു. ഉടനെ അഫന്തി അല്പം പോലും ചിന്തിക്കാതെ എന്റെ കഴുതയുടെ മുതുകിൽ എത്ര രോമമുണ്ടോ അത്രയും നക്ഷത്രങ്ങളുണ്ടെന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ബുദ്ധിശാലി അതെങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. പക്ഷെ അതിന് അഫന്തി ആദ്യം നിങ്ങൾ പോയി നക്ഷത്രങ്ങൾ എണ്ണോ, അതിനുശേഷം എന്റെ കഴുതയുടെ മുതുകിലെ രോമം എണ്ണി നിങ്ങൾ തന്നെ കൺഫേം ചെയ്തോ എന്ന് പറയുന്നു. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചിരിക്കാൻ തുടങ്ങുന്നു. അടുത്തതായി രണ്ടാമത്തെ ബുദ്ധിശാലി വന്ന് എന്റെ താടിയിൽ എത്ര രോമമുണ്ടെന്ന് ചോദിക്കുന്നു. അടുത്ത നിമിഷം തന്നെ അഫന്തി എന്റെ കഴുതയുടെ വാലിൽ എത്ര മുടിയുണ്ടോ അത്രയും രോമമുണ്ടെന്ന് പറയുമ്പോൾ അയാൾക്കും ദേഷ്യം വരുന്നു. പക്ഷെ അഫന്തി വളരെ കാഷ്വലായി രണ്ടും നിങ്ങൾ തന്നെ എണ്ണിക്കോ, ഒരെണ്ണം കുറഞ്ഞാൽ പോലും എന്നെ തൂക്കിലേറ്റിക്കോ എന്ന് പറയുന്നു. അത് കേട്ട് അയാൾ സൈലന്റ് ആയതും മൂന്നാമത്തെ ആൾ വന്ന് ഈ ലോകത്തിന്റെ സെന്റർ ഏതാണെന്ന് ചോദിക്കുന്നു. അത് കേട്ടതും രാജസഭ മുഴുവനും അഫന്തി പെട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ അഫന്തി ചിരിച്ചുകൊണ്ട് വീണ്ടും തന്റെ കഴുതയെ കാണിച്ചതും അത് തന്റെ കാല് വെച്ച് തറയിൽ ചവിട്ടുന്നു. അടുത്ത നിമിഷം തന്നെ അതാണ് ലോകത്തിന്റെ സെന്റർ എന്ന് അഫന്തി പറയുന്നു. ഉടനെ ആ ബുദ്ധിശാലി ഇതിന് എന്ത് തെളിവാണുള്ളതെന്ന് ചോദിക്കുന്നു. നോക്കുമ്പോൾ എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഈ ലോകം മുഴുവൻ അളക്കൂ, സെന്റർ ഇവിടെ അല്ലെങ്കിൽ ഞാൻ സ്വയം തൂങ്ങിക്കൊള്ളാമെന്ന് അഫന്തി പറയുന്നു. അത് കേട്ടതും രാജാവിന് തന്നെ ചിരി വരുന്നു. അതുകൊണ്ട് രാജാവ് അവസാനം അയാളെ റോയൽ അഡ്വൈസറായി നിയമിക്കുന്നു.